കാഠ്മണ്ഡുവിൽ സമൂഹമാധ്യമ ആപ്പുകൾ നിരോധിച്ചതിനെതിരായ പ്രക്ഷോഭത്തിൽ 19 മരണം, 300-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധം നിയന്ത്രിക്കാൻ കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. നിയന്ത്രണം മറികടന്ന പ്രതിഷേധക്കാർ പാർലമെന്റിന് സമീപത്തുള്ള നിയന്ത്രിത മേഖലകളിൽ പ്രവേശിച്ചു. പ്രക്ഷോഭം നേരിടാൻ നേപ്പാൾ തലസ്ഥാനത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേരും. പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ഖേലക് രാജിവെച്ചു എന്ന വാർത്തയും അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, സമീപകാലത്തൊന്നും ലോകം കാണാത്ത തരത്തിലുള്ള ഒരു പുതുതലമുറ വിപ്ലവം എന്ന നിലയിലേക്ക് ആ പ്രതിഷേധം വളർന്നിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ അല്പസമയത്തിനകം തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഈ നേപ്പാളിലെ സാഹചര്യങ്ങൾക്ക് പിന്നാലെ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേരാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം അവിടെയുള്ള യുവാക്കളുടെ ഭാഗത്തുനിന്ന്, യുവതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സ്ഥിതി സങ്കീർണമാണ് എന്നുള്ളതാണ് ഭരണകൂടം വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ പോലീസിനെ, സേനയൊക്കെ വിന്യസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നടന്ന നടപടികളിൽ 19 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അവിടെ നേപ്പാളിലെ ഭരണകൂടത്തിന്റെ അഴിമതി, അതുപോലെ ഏറ്റവും ഒടുവിലായുണ്ടായ സമൂഹ മാധ്യമ നിയന്ത്രണം, ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മൂക്ക് കയറിടുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് തെരുവിലേക്ക് അവിടെയുള്ള യുവാക്കൾ സംഘടിച്ചെത്തിയത്. ഒരു പ്രത്യക്ഷ പ്രതിഷേധം അത് പാർലമെന്റിന് സമീപത്ത് വരെ എത്തുന്ന നിലയിലേക്ക്, അതിൻ്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖലകളിലേക്ക് വരെ പ്രവേശിക്കുന്ന നിലയിലേക്ക് എത്തി. അതിന് പിന്നാലെയാണ് കടുത്ത നടപടികൾ ഉണ്ടായത്. 19 മരണം എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, സമീപകാലത്തൊന്നും ലോകം കാണാത്ത തരത്തിലുള്ള ഒരു പുതുതലമുറ വിപ്ലവം എന്ന നിലയിലേക്ക് ആ പ്രതിഷേധം വളരുകയാണ്. അത് ഭരണകൂടം തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികളിലൂടെ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഏറ്റവും ഒടുവിലായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെ, ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ ഭരണകൂടം വിലയിരുത്തുന്നത് എങ്ങനെ, കൂടുതൽ മേഖലകളിലടക്കം സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? ശ്രീജിത്ത്, ടി.കെ. സമീപകാലത്തൊന്നും ഒരുപക്ഷെ നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിന് അപൂർവ സംഭവം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഈ ജെൻസി ആ രൂപത്തിലുള്ള ആളുകൾ, അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ വിപ്ലവം നയിക്കുക, സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കുക എന്നുള്ളത് വളരെ അത്യപൂർവമായ കാര്യമാണ്. അതിലേക്കാണ് നേപ്പാൾ ഇന്ന് പകൽ മുഴുവൻ നീണ്ടുനിന്നത്. അതിനെ ഒരുപക്ഷെ ഈ നേപ്പാളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഏതാണ്ട് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രക്ഷോഭം രൂക്ഷമായത്. നേപ്പാളിൽ ഏതാണ്ട് 15 ദശലക്ഷത്തോളം ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ അതിൽ ഫേസ്ബുക്കും മെറ്റയും അടക്കമുള്ള എല്ലാ സാധ്യതകളും, യൂട്യൂബ് അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 13 ദശലക്ഷത്തോളം ആളുകളാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിക്കുന്നതിൻ്റെ പ്രതിഷേധമല്ല അവിടെ ഉണ്ടായത്. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നേപ്പാളിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് വേണം കാണാൻ. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചപ്പോൾ ജനത്തിനപ്പുറത്തേക്ക് യുവത മുഴുവൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. ആ പ്രതിഷേധത്തെ ആദ്യം കർഫ്യൂ ഉപയോഗിച്ച് നേരിടാനാണ് സർക്കാർ ശ്രമിച്ചത്. കാഠ്മണ്ഡുവിൽ, അതായത് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ വലിയ രൂപത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തുന്നു, വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. പോലീസ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് 12 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാർ മുഴുവൻ കാഠ്മണ്ഡുവിലെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മന്ദിരങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ഇരച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ 19 പേർ കൊല്ലപ്പെടുന്നത്. ഏതാണ്ട് 300ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഒരു 12 വയസ്സുകാരനുണ്ട്. അതാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാനമായി കാണേണ്ടത്. അങ്ങനെ നേപ്പാളിലെ ചെറുപ്പക്കാർ, യുവത മുഴുവൻ വലിയ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നു. ആ പ്രക്ഷോഭം തണുപ്പിക്കാൻ സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സൈന്യത്തെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പോലീസിനപ്പുറത്തേക്ക് സൈന്യത്തെയാണ് ഈ പ്രക്ഷോഭത്തെ നേരിടാൻ സർക്കാർ നിയോഗിച്ചത്. സൈന്യത്തിനും ഒരുപക്ഷെ ഈ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം രൂക്ഷമാകുമെന്നാണ് സർക്കാരിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. അതുപ്രകാരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചതായ വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെ നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വലിയ പ്രക്ഷോഭം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ സർക്കാരിനാകുന്നില്ല. സർക്കാർ അവിടെ പരാജയപ്പെടുന്നു. ഏതാണ്ട് 19ഓളം പേർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം ഇതിന്റെ 10 മടങ്ങായി മാറുമെന്നാണ് സർക്കാരിന് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നത്. എന്തായാലും നേപ്പാളിൽ സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിനെതിരെ ഉണ്ടായ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് സർക്കാരിനെതിരായ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ
പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രസ്താവനകളുടെ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു ഫലമായി മാറുകയാണ് ഈ സമരം. അങ്ങനെ നേപ്പാളിലെ KP ശർമ്മ ഒലി സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ പ്രക്ഷോഭം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിന്റെ ഭാഗമായി തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ അഴിമതി പോരാട്ടങ്ങളുടെ മറ്റൊരു രൂപത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ സർക്കാർ രണ്ടർത്ഥത്തിൽ പരാജയപ്പെടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിച്ചതിനപ്പുറത്തേക്ക് സർക്കാർ വലിയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്ന ലേബലാണ് ലോകമെമ്പാടും മാത്രമല്ല നേപ്പാളിലെമ്പാടും ഇപ്പോൾ വരുന്നത്. അതിന്റെ ഭാഗമാണ് ഈ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നതും ഇപ്പോൾ അതിൽ പരാജയപ്പെടുന്നതിന്റെ ഭാഗമായി നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നതും. TK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.